ബലിക്കല്ലിൽ ചവിട്ടിയാൽ തൊട്ടിട്ട് തലയിൽ വയ്ക്കരുത്. ബലിക്കല്ലിൽ ചവിട്ടിയാൽ തൊട്ടിട്ട് തലയിൽ വയ്ക്കരുത്. ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. ദേവന്റെ വികാരങ്ങളുടെ മൂർത്തിമദ്ഭാവങ്ങളാണ് ബലിക്കല്ലുകൾ എന്നാണ് സങ്കല്പം. ബലിക്കല്ലിൽ അഷ്ടദിക്പാലകർ കുടിയിരിക്കുന്നു. എല്ലായ്പ്പോഴും ധ്യാനനിരതരായിരിക്കുന്നു അവർ തമ്മിൽ ഒരു വികാര വലയത്തിൽ ബന്ധപ്പെട്ടു നിൽക്കുന്നു. ഇവ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പകരുന്നവയാണ്. ദേവന് ചുറ്റും ഈ വികാരവലയങ്ങൾ നിരന്തരം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ അവ മുറിഞ്ഞാൽ വികാരങ്ങളുടെ മൂർത്തികളായ ഗന്ധർവന്മാരെ ബാധിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ നടവഴിയിലൂടെ ദേവചൈതന്യ പ്രവാഹം നിരന്തരം പുറത്തേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നടവഴിയിലൂടെ കടന്നു പോവുകയും ചെയ്യാം. പരസ്പരം ബന്ധിച്ചു നിന്ന് ദേവനിലേക്ക് അന്തർമുഖരായി വികാരങ്ങളടക്കി ധ്യാനാവസ്ഥയിൽ കഴിയുന്ന മൂർത്തികളെ ഇടമുറിഞ്ഞും ചവിട്ടിയും ധ്യാനം തടസ്സപ്പെടുത്തുമ്പോൾ അവ കോപിക്കുമെന്നാണ് വിശ്വാസം. നാം ഈ കല്ലിൽ ചവിട്ടുമ്പോൾ അവർ ധ്യാനത്തിൽ നിന്നും ഉണരുന്നു. പിന്നീട് വീണ്ടും ധ്യാനത്തിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ നാം തൊട്ടു തലയിൽ വെച്ചാൽ വീണ്ടും അവർക്ക് ധ്യാന തടസ്സം ഉണ്ടാവുന്നു. മേലുദ്ധരിച്ച കാരണങ്ങൾ കൊണ്ടാണ് ബലിക്കല്ല് അറിയാതെ ചവിട്ടുകയോ പരിഹാരമായി തൊട്ടു തലയിൽ വയ്ക്കുകയോ ചെയ്യരുതെന്ന് പഴമക്കാർ പറയുന്നത്. ബലിക്കല്ല് തൊടാനുള്ളതല്ല. കരചരണകൃതം വാ ഗയജം കർമ്മജം വാ ശ്രവണനൈനജം വാ മാനസം വാ അപരാധം വിഹിതമിഹിതം വാ സർവമേതൽ ക്ഷമസ്യ ശിവശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ എന്ന് 3 വട്ടം ജപിക്കുക. അറിയാതെ ബലിക്കല്ല് ചവിട്ടിയ അപരാധം നീങ്ങിക്കിട്ടും. അല്ലാതെ ചവിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ബലിക്കല്ല് തൊട്ട് തലയിൽ വയ്ക്കരുത്.